നമസ്കാരം, ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം എൻ്റെ ചാനലിൽ വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. വീണ്ടും സജീവമായി വീഡിയോസ് ഒക്കെ ഇട്ട് മുന്നോട്ട് വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് ചാനൽ കുറച്ച് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നവരെല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോ ഒരുവിധം എല്ലാവരും കാണുകയും വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയെയും യൂട്യൂബേഴ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ പറയുന്നത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണ് ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷൻ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ടൊന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ലാന്ന് വെച്ചു. 10-20 പേര്. രേഖ രതീഷിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. രേഖ രതീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് വളരെ നെഗറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അത് മറ്റുള്ള യൂട്യൂബേഴ്സിന് തന്നെ, അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒരു നാണക്കേടാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം സത്യസന്ധമായി യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു അപമാനകരമായ കാര്യമാണ് ഇങ്ങനെയുള്ള വളരെ വിരലെണ്ണാവുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഇങ്ങനത്തെ പരിപാടികൾ. വിവാഹവും ഡിവോഴ്സും ഒക്കെ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നോക്കുന്നവർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് കഥകൾ മാത്രമായിരിക്കും. പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ യാഥാർത്ഥ്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ അവരവർക്കുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ രേഖ രതീഷിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പുതിയ ബിസിനസ് സംരംഭമോ എന്തോ ഒരു കാര്യം തുടങ്ങുന്നത്, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. അത് അവരുടെ ബിസിനസ് ആകാം, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു വിവാഹ ബന്ധമാകാം, എന്തോ ആയിക്കോട്ടെ. അതിലേക്ക് ഈ പറയുന്ന യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയ ചാനലുകൾക്കോ ആർക്കും ഇറങ്ങിച്ചെന്ന് അതിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ ചോദിക്കും, വ്യക്തിപരമായ കാര്യങ്ങൾ യൂട്യൂബേഴ്സ് ചർച്ച ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ യൂട്യൂബിൽ അവർ തന്നെ സ്വയം അവരുടെ കാര്യങ്ങൾ മറ്റുള്ള മീഡിയസിന് എക്സ്പോസ് ചെയ്യുകയും അതല്ലെങ്കിൽ അവരുടെ ചാനലിലൂടെ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമുക്കെടുത്തിട്ട് വിമർശിക്കാം. കാരണം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവരായിട്ട് തന്നെ ഇട്ടു, അല്ലെങ്കിൽ അവർ മറ്റൊരു സോഷ്യൽ മീഡിയ ചാനലിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് മുമ്പിൽ അവർ നിന്നു അവരുടെ വിശേഷങ്ങൾ പറയുമ്പോൾ ആ വിശേഷങ്ങൾ നമുക്കെടുത്തിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ രേഖയെ സംബന്ധിച്ചിടത്തോളം രേഖയുടെ വിവാഹവും ഡിവോഴ്സും ഒക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ ഈ പറയുന്ന വീഡിയോ കേട്ട് നോക്കണം. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. ഞാൻ എങ്ങനെ പറയും, ഒരു വീഡിയോ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1-2-3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിന്റെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഇത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ്. എന്നെ മാനസിക സംഘർഷത്തിൽ വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കാൻ, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മാന്ന് വെച്ചാൽ ആ കുഞ്ഞോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട, പക്ഷേ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും
എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ച് ചെയ്തിട്ടുണ്ട്. എന്റെ സഹപ്രവർത്തകർ, എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ 1000 നന്ദികൾ പറയുന്നു. എന്നെ മാത്രമല്ല, ഇതുപോലുള്ള എന്റെ ഫീൽഡിലുള്ള എന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തമ്നെയിൽസും കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം ജോലി ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയ അല്ല. ഞങ്ങളും സാധാരണക്കാരായ അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ദയവേത് മനസ്സിലാക്കുക. ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം. ഉറപ്പായിട്ടും മോശമായ തമ്നെയിൽസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനും ഞങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ തകർക്കാനും ശ്രമിക്കരുത്. പ്ലീസ്, ഇതൊരു അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത അത് ഒരാളുടെ പൊതുവായിട്ടൊരു നിലപാടാണ്. അതിന് നമുക്ക് ആർക്കും വിമർശിക്കാം. യൂട്യൂബേഴ്സിനും മീഡിയാസിനും ഒക്കെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ ആർക്കും വിമർശിക്കാനുള്ള യാതൊരു അധികാരവുമില്ല. അപ്പൊ ഈ രേഖയുടെ മകന്റെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഓരോ യൂട്യൂബേഴ്സ് തമ്പനിയിലൊക്കെ ഉണ്ടാക്കി അപമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലും ഉണ്ട് മക്കള്. ഇനിയിപ്പോ ഈ പറയുന്നവരുടെ വീട്ടിലും മക്കളുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ അവരൊക്കെ ഇങ്ങനെ അപമാനിക്കാൻ തയ്യാറാകും. അപ്പോൾ ഇങ്ങനെയുള്ള അപമാനകരമായ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ്, നല്ല സത്യസന്ധമായ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് എന്നും ഒരു അവരുടെ ആ സത്യസന്ധതയിൽ കൂടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രേഖയെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്ത യൂട്യൂബേഴ്സിനെതിരെയൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യം ഈ വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ രേഖ ഈ വീഡിയോ ഇട്ട് യൂട്യൂബേഴ്സിനെയൊക്കെ കുറ്റം പറയും, യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ അവരെ തിരുത്തി പറയുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ഈ വിഷയത്തെക്കുറിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് രേഖ രതീഷ് തന്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ യൂട്യൂബേഴ്സിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു പൊതുവായ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട് വിമർശിക്കും. പക്ഷെ ഒരിക്കലും വ്യക്തിപരമായ ഒരു കാര്യങ്ങളിൽ എടുത്തിട്ട് വിമർശിക്കാൻ നിൽക്കരുത്. വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. അവർക്ക് അത് ഉണ്ടാകുമ്പോഴേ ആ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ പാസ്റ്റ് എടുത്തിട്ട് പ്രസന്റിൽ അവരെ ഇട്ട് ചെയ്യുന്നത് നല്ല ഒരു കാര്യമല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഒരുപാട് നമ്മളെയൊക്കെ ഇപ്പോൾ നിൽക്കുന്ന പല വ്യക്തികളുടെയും പാസ്റ്റിൽ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാസ്റ്റിനെ എടുത്തിട്ട് പ്രസൻസിൽ കൊണ്ടിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അപമാനിക്കുന്നതെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അവരവരുടെ വീട്ടിൽ ഈ അവസ്ഥ വരുമ്പോഴേ അവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമുക്ക് മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.